ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് മെച്ചപ്പെട്ട ശേഷം? അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇന്നലെ നീന്ത പെട്രോൾ പമ്പ് തന്നെ കേട്ടോ. അതെ കണ്ടോ, എന്നാലും ഇവിടെ കിട്ടുന്നത് ഇവിടെ ഇനി രാവിലെ ആയപ്പോൾ ഒരു 6 മണി 6:30 ആയപ്പോൾ മഴ ചെയ്തു. അപ്പോൾ നീച്ചു ഇതേ നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബാഗിൽ ടെൻറ്റ് സാധനങ്ങളൊക്കെ ആ ബാഗിൽ കയറ്റിയിട്ട് ഇനി ഇവിടെ ബാഗിൽ വെച്ചിട്ട് കെട്ടിയേക്കണം. ഇതിൽ ഫ്രണ്ടിൽ ഇനി മഴ പെയ്യുമ്പോൾ വെക്കാൻ സ്പേസ്. അങ്ങനെ നമ്മൾ മറ്റേ ബാഗും കൂടി ഇവിടെ വരണോണ്ട് പിന്നെ ഹാൻഡിൽ തിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചെറിയ വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇതേ ഉണ്ട് കേട്ടോ. ഫോൺ ഇവിടെ ഹെൽമെറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഫോൺ കാണാനൊക്കെ കുത്തിച്ച് നമ്മളിനി കില്ലർക്ക് അടിപൊളി റൂട്ടാണ്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി കാഴ്ചകളൊക്കെ റൂട്ടാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പുതിയ ആളുകൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങളെ സ്വന്തം വൈറ്റ് മച്ചാൻ. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവരുടെ യാത്ര പറഞ്ഞ് പോവാണ്. ഓക്കെ ഭയ്യ, ബൈ, താങ്ക് യു. ഓക്കെ, അവരുണ്ട് കേട്ടോ. നമ്മൾ ഇവരുടെ യാത്ര പറഞ്ഞ് നമ്മൾ പോകട്ടോ. മഴ പെയ്തു, നല്ല ചെറിയ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഓവർ സ്ട്രോങ്ങിലല്ല, എന്നാലോ നമ്മൾ വേണോ വേണ്ട വെച്ചിട്ട് പെയ്യണോ വേണ്ടല്ലോ, അത് അത്യാവശ്യം രീതിയിൽ പെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്നും മറന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ മറന്നു വെച്ച് കഴിഞ്ഞാൽ പണിയാവും. അത് ഇപ്പോൾ ചെറുതായി പൊടി പോലെ ഇരിക്കുന്നുണ്ട്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡാ. ഫുള്ള് വളവും തിരുവെന്ന് വെച്ചാൽ പടച്ചോനെ. എന്താ ജിമ്മിനെ കൊണ്ടോ പറഞ്ഞ് എന്നാ സൈസ് അറിയോ? എപ്പോഴത്തെ ലാൻഡ് സ്ലൈഡ് നടന്ന കേട്ടോ. ഉണ്ടോ റോഡല്ലാതെ കശവിശയിക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് ആ മലയൊന്ന് മൊത്തം അടിയാണിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫുള്ള് ഹില്ലേരിയ കേട്ടോ. എങ്ങനെ വീഴും എപ്പോൾ വീഴുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ചായ എന്തെങ്കിലും കുടിച്ചാലോ കുറച്ചാണ് വിശക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. എന്ത് പോലും അറിയില്ല. വണ്ടി തെട്ടോ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതുണ്ടോ വണ്ടിയിൽ ഇപ്പോൾ സാധനങ്ങൾ ഇരിക്കണം എങ്ങനെയാണ്. ഞാൻ ബാക്കിലൊരു ദാർപ്പായി നീല കളർ ഉണ്ടായിരുന്നല്ലോ, അതിനുള്ള ബാഗാണിത്. അപ്പോൾ ഞാൻ ഇത് നമ്മളെ ബാഗിൻ്റെ മേലെയാണ് സ്ലീപ്പിംഗ് ബാഗ് മാറ്റും അതുപോലെ ഇത് ടെൻറ്റും വെച്ചിരുന്നു. അപ്പോൾ ആ ടെൻറ്റ് എന്ത് ചെയ്തു, ഈ ബാഗിനുള്ളിൽ കയറ്റിയിട്ട് വേറെ ആ ടെൻറ്റ് ഇട്ടിരുന്ന കവറുണ്ടല്ലോ, അത് ഈ ബാഗും കൂടി ഇട്ട് ഇവിടെ വെച്ചിട്ടോ. നമുക്ക് ഒറ്റ റോപ്പ് മൂലം കെട്ടിയിരുന്നു. അത് എടുത്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റും. മറ്റേത് ഇതിൻ്റെ സാധനം ഡ്രസ്സുകൾ നനയും, അതാണ് മെയിൻ. അതാണ് ഞാൻ ഒന്ന് ഈ സാധനം വാങ്ങാൻ വേണ്ടി കയറണം കേട്ടോ. എൻ്റെ കംപ്ലീറ്റ് ഡ്രസ്സ് ഞാൻ ഇട്ട തന്നെ നനഞ്ഞാൻ ഇടാൻ പറ്റിയ അവസ്ഥയായി പോയിട്ടോ. അപ്പോൾ അതെ അങ്ങനെ അതിന് വേണ്ടി ഇത് വാങ്ങിയ കേട്ടോ. ഇത് അല്ലാണ്ട് അത് വാങ്ങാൻ പുതിയ നല്ല പൈസയുണ്ട്, എന്നാലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണം അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഇനിയിപ്പോൾ കാശ്മീർ വടക്ക് കയറുമ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ നമ്മൾ അർജൻറ്റായിട്ട് വാങ്ങി വെച്ചതാണ്. നമ്മൾ സാധാരണ വെക്കുന്ന ബാഗാണിത്. ഇത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സാധനങ്ങളൊക്കെ ഉള്ള ഈ ബാഗിലാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് ഇതേപോലെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകാമല്ലോ, നല്ല സുഖം. ഇൻകേസ് ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് അതിൽ പണിയാവല്ലോ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, ചാർജർ, ഇലക്ട്രോണിക്സ് ആ ബാഗിനുള്ളിലാണ് കേട്ടോ. ഓക്കെ, ബാക്കി സാധനങ്ങൾ ഇതിൽ ഇപ്പം നഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നടുവിലിരിക്കണത് മറ്റേത് സ്ലീപ്പിംഗ് ബാഗാട്ടോ, സ്ലീപ്പിംഗ് ബാഗ്. അപ്പോൾ സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്ന് തൂക്കിയിട്ട് നല്ല സുഖമാണ്. അതവിടെ കറക്റ്റ് ഇരുന്നു കേട്ടോ. ഈ സാധനത്തിലിരിക്കുന്ന ഫുള്ള് കുക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്, പാത്രങ്ങൾ അതുപോലെ ഗ്യാസ് സാധനങ്ങളൊക്കെ ഇതിലാണ്. ഒരു 50 രൂപ പെട്രോൾ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ 50 രൂപ കാണിച്ചാൽ വലിയ ബോട്ടിൽ കിട്ടിയില്ല. വലിയ ബോട്ടിൽ വെക്കണം വെച്ചാൽ ഇനി കാശ്മീരൊക്കെ കയറുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. പെട്രോൾ നമ്മൾ ആകെ 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൂ. ഇത് എപ്പോൾ തീരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡാണ്. പിന്നെ വേറെ സ്വന്തം അറിയോ, മറ്റൊരു ബോർഡ് ഉണ്ടായിരുന്നില്ല ഞാൻ ബാക്കിൽ വെച്ചിരുന്നത്. ആ ബോർഡിൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ നിങ്ങൾ ഇത് ഞാൻ ഫുൾ കട്ട് ചെയ്തിട്ടൊരു ഡിസൈൻ പോലെ അങ്ങനെ ചെയ്താട്ടോ. രസമുണ്ടെന്ന് നിങ്ങളിപ്പോൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇങ്ങനെ കട്ട് ചെയ്ത് വൈറ്റ് മാച്ചാൻ സെപ്പറേറ്റ് വെച്ചു. ഇന്ത്യൻ ആപ്പിൾ പൊട്ടാൻ ഇതൊക്കെ ഡബിൾ ടാപ്പും പൊട്ടി വെച്ചാട്ടോ. ഇന്ത്യൻ്റെ ഇത് ഞാൻ കറക്റ്റ് റൗണ്ട് വെട്ടാൻ പറ്റും നോക്കി, പക്ഷേ നടന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ മലയാളി അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എഴുതിയല്ല, ഒരു ബോർഡായിരുന്നു. ആ ബോർഡ് ഞാൻ കട്ട് ചെയ്താട്ടോ. ഇന്നലെ രാത്രി പമ്പിലിരുന്ന് കുത്തിയിരുന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. സംഭവം സെറ്റാട്ടോ. ബോക്സ് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കറക്റ്റ് പക്ക ഫിറ്റിങ് ചെയ്യുന്നിട്ടാ. ഗൈസ് നല്ല സൂപ്പർ ചായ കേട്ടോ. എങ്ങനെയാലും ഇത് 20 രൂപ ഉണ്ടാവും നമുക്ക് തോന്നുന്നു. 20 അല്ലെങ്കിൽ 15. ഓക്കെ, സംഭവം അടിപൊളി ചായ കേട്ടോ. വേറൊരു ഫ്ലേവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ചായക്കൊക്കെ. എന്താണെന്നറിയില്ല കേട്ടോ. സത്യം പറയാമല്ലോ, നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ ചായക്കൊക്കെ ഒരു പ്രത്യേക രുചി തന്നെ കേട്ടോ. ഇപ്പോൾ മഹാരാഷ്ട്ര ആയാലും MP ആയാലും UP ആയാലും പിന്നെ അതുപോലെ പഞ്ചാബിലെ ഞാൻ കുടിച്ച ചായ വെച്ച് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ചായ പോലെ ഏകദേശം അത്യാവശ്യം വലിയ ഗ്ലാസ്സിലൊക്കെ അങ്ങനെ കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ ചായ പോലെ
ഇവിടുത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ചായ. ഞാൻ എൻ്റെ യാത്രയിൽ മനസ്സിലാക്കിയെടുത്തോളം ഞാനൊരു കാര്യം പറയട്ടെ, ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ യാത്ര എന്ന് പറഞ്ഞത് വലിയ വലിയ കാഴ്ചകളായിരിക്കണം. വലിയ വലിയ കാഴ്ചകൾ, ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ അല്ലേ. എന്നിട്ട് ആ വലിയ കാഴ്ച കണ്ട് നമ്മുടെ മനസ്സും വയറൊന്നും അറിയണം. അതാണ് അതിൻ്റെ ഒരു സന്തോഷം കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ കേട്ടോ. എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ യാത്ര ചെയ്യുക. നമ്മുടെ മനസ്സിനും എല്ലാത്തിനും സന്തോഷം ഉണ്ടാവും. ഫുള്ള് ലാൻഡ് സ്ലൈഡ് ഏരിയ കേട്ടോ. കുറേ റോഡ് സൈഡ് മൊത്തം പകുതികളൊക്കെ ഇടിഞ്ഞ് താഴോട്ട് പോയി. ഫുള്ള് പക്ക ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ്. ഇത് ഡേഞ്ചറാണ് ഗൈസ് വണ്ടിയിട്ട് പോകുമെന്ന് പറയുമ്പോൾ. ആക്ച്വലി ഇവിടെ നിന്ന് ഇത് ഇത് ഏതാ റോഡാണ്? ആ റോഡാണ്. ഇത് തന്നെ ആവാനാ ചാൻസ്. ഒരു മല കയറി. ഇതെല്ലാം മൺകൂമ്പാരമാണ് ആക്ച്വലി. ഇത് നമ്മളിപ്പോൾ മല എന്ന് പറയുമ്പോൾ പാറയല്ലേ കണ്ടോ. ഇത് നോക്കി ആ കാണുന്ന മൊത്തം ഈ മണ്ണിൻ്റെ കളറൊക്കെ ഓരോരോ ഇടിഞ്ഞാടി ഭാഗങ്ങളാട്ടെ നിങ്ങളീ കാണുന്നത്. അവിടെ നോക്കിയേ ഫുള്ള് കണ്ടോ, ഫുള്ള് മാന്തി എടുത്ത പോലെ. ഞാൻ ഇപ്പോൾ നിൽക്കണമല്ലോ ഒരിക്കലും പറയാൻ പറ്റില്ല എന്താ അവസ്ഥ വന്നിട്ടോ. അവിടെ നോക്കിയേ എന്നാൽ അവിടെ നിന്ന് അവിടെ നിന്നുള്ള കാഴ്ച നോക്കിയാൽ തന്നെ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. ഈ റൂട്ട് നോക്കിയാൽ എന്നാ രസമായി കാണാൻ. റോഡ് പക്ക കണ്ടിച്ചിട്ടാണ്. എപ്പോൾ പൊളിഞ്ഞ് വീഴുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് മെയിൻ വിഷയം. ഇത് ചെറുത് ഒന്ന് നോക്കിയ, ഇത് ചെറുത്. ഇതിനും ഭയാനകരമായ റൂട്ട് ഇനി വരാൻ കൊടുക്കാണ്. അതാണ് രസം. ഇതുവരെ വെള്ളം ചാടാത്തോടത്ത് അവിടെ വെള്ളം ചാടുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പം പണി വരും. ദൂരം നോക്കിയാൽ ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് രണ്ടാമത് കല്ലിട്ട് പൊക്കി സെറ്റ് ചെയ്തതാ കേട്ടോ. അത് നോക്കിയേ. ഓ എന്നാ രസമാണ്. പൈപ്പിൽ നിന്ന് വെള്ളം ചാടണ പോലെ വെള്ളം ചാടണത്. നമ്മളിങ്ങനെ വെള്ളമെല്ലാം ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോകാൻ. ഷോറോ അതൊക്കെ മഞ്ഞാകെ മൂടിട്ടോ. മഞ്ഞും മഴയും എൻ്റെ പൊന്നോ ഡേഞ്ചർ. എന്താ നടക്കാറിയോ? ഗ്ലൗ ഉണ്ട്. ഞാൻ ഗ്ലൗ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാളും തണുപ്പടിക്കും. ഗ്ലൗ ആയാലും കണ്ടെത്തിയില്ലേ? എന്തത് അവിടെ നിന്നാണ്ട് ഒന്നുമില്ലേ? റോഡൊന്നും മനസ്സിലാവണി ചേട്ടാ. അജാതി കോടാ. ഞാൻ പോകുന്ന സ്പീഡ് നോക്കിയാൽ 19 ഡിഗ്രിയിലൊക്കെയാണ് പോകുന്നത്. തണുപ്പ് ഒരു വിധമായി. നമുക്ക് ഓരോരോ കാലിച്ചായ മാത്രം കുടിക്കണം. ഒരു കാലിച്ചായ. ഓൻ്റെ പൊന്നു. ഈ ഷൂ ആണെങ്കിൽ വാട്ടർ പ്രൂഫും അല്ല, വെള്ളം ഗ്ലൗസും വെള്ളം കയറി, എല്ലാം വെള്ളം കയറി. വളരെ സുഖം. അതാണ്ട് ആകെ വിഷയം.
നിങ്ങൾക്ക് ഞാൻ ഒരു ഫ്രെയിം കാണിച്ചിട്ടേ ഒരു രക്ഷയില്ലട്ടാ. എൻ്റെ ഫോനോ ഒരു രക്ഷയില്ല, അടിപൊളി. അവിടെ നോക്കിയ കാഴ്ചകൾ. താഴെ കണ്ട ഒരു അരുവി വയ്ക്കുന്നുണ്ടോ നിങ്ങൾ? കേട്ടോ എന്നെ രസമേ കാണാൻ. അടിപൊളി ഫീലാണ്. ഇതാ വണ്ടി ഇവിടെ നോക്കിയാൽ ഇങ്ങനെ ഒരു ഭിത്തികൾ സൈഡിൽ ഭിത്തികൾ കുറവാട്ടോ. അതാണ് വേറെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഇതിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ. അതേസമയം ഡേഞ്ചറുമാണ്. മുകളിൽ നിന്ന് ഇടയ്ക്കെടുക്കണ്ടോ ഈ കാണുന്ന കല്ലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകും കേട്ടോ. ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഓൻ്റെ ഫോനും ഒരു രക്ഷയില്ല. ഒരു സൈഡിൽ കോട ഇറങ്ങുന്നത് ഷേ വേറെ തന്നെ മൂടിട്ടാ. അടിപൊളി. ഞാനെന്താണ് കാണുന്നത്, എനിക്ക് കണ്ണിന് കാഴ്ച, എനിക്ക് കണ്ണ് കുളിർമ തോന്നിക്കണ എന്താണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അടിപൊളി. നോക്കിയേ പൊളിഞ്ഞാടിക്കണ് വേണ്ടാ. ഇതിപ്പോൾ ഇന്നലെ വീണതാവും വേണ്ടോ. അപ്പോൾ ഇവിടെ വലിയ രണ്ട് കല്ലും എടുത്ത് മാറ്റിയിട്ടാണ് തോന്നുന്നുണ്ട് റോഡ് ഇതായപ്പോൾ. ഇതാണ് അവസ്ഥ. എപ്പോൾ പൊളിഞ്ഞാടുന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കല്ലും മണ്ണെല്ലാം കൂടി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി പാടുന്നല്ല. എൻ്റെ അളിയ കുഞ്ഞളിയ എന്നാ കാഴ്ചയാണത്. എൻ്റെ അളിയ കുഞ്ഞളിയ എന്താ പോനോ. ഓ സീൻ വ്യൂ എന്ന് പറഞ്ഞാൽ സീ വ്യൂ. ഒരു രക്ഷയില്ലട്ടാ, പൊളിച്ച്. ആ മലയുടെ മുകളിൽ ആൾക്കാർ കയറി കാണുന്നുണ്ടോ? അതിന് മുകളിൽ ആൾക്കാരുണ്ട് കേട്ടാ. എങ്ങനെ കയറിന്നോ? കൊത്തിപ്പിടിച്ച് കയറിയതേ. ഇനി വഴി വല്ലതും ഉണ്ടോന്ന് അറിയില്ല കേട്ടാ. അങ്ങ് മുകളിൽ ആൾക്കാരുണ്ട്. ഓ വഴിയാണ് ആകെ. ഓ ഷോടാ എൻ്റെ മോനെ, റോഡൊക്കെ പോണോക്കിയാ ഒന്ന് തളം തട്ടിയാൽ മതിട്ടോ. താഴോട്ട് പോയാൽ താഴോട്ട് പോകും. ഇടിഞ്ഞാടൊന്നും ഒരു പോരാൻ പറ്റില്ല. ഷേ ഒരു രക്ഷയില്ലട്ടാ. ഇതിങ്ങനെ കണ്ട് നിൽക്കാൻ തോന്നുന്നുണ്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ. അവിടെ നോക്കിയാൽ ആ മലയുടെ ഇടയിലൂടെ റോഡെല്ലാം പോകണം നോക്കിയാൽ. ഓ സീൻ കേട്ടോ. അവിടെ ഇങ്ങനെ റോഡ് പോകണുണ്ടോ നിങ്ങളിങ്ങനെ. ഓ മോനെ ഒരു രക്ഷയില്ലട്ടാ. സീന് വ്യൂ എന്ന് പറഞ്ഞാൽ സീന് വ്യൂ പൊളിച്ച്. മോൻ അവിടെ നോക്കിയാൽ മേലെ കൂടി വണ്ടി പോകണ കാണുന്നുണ്ട് നിങ്ങൾ. ഒരു നീല കളർ കാണാൻ നീങ്ങുന്നുണ്ടാവും. ഇവിടെ റോഡുണ്ട് കേട്ടോ. അങ്ങനെ റോഡ് പോകുന്നുണ്ട്. അടിപൊളി ഒരു രക്ഷയില്ലട്ടാ. ഞാൻ അല്ലെങ്കിൽ ഈ വീടില്ലേ, ഈ വീടിൻ്റെ റൂഫിൻ്റെ മേലെ ടെൻ്റൊക്കെ അടിച്ച് കിടന്നിട്ടല്ല അവനാടൊക്കെ സീനറി. ഓ പൊളിച്ച് ഒരു രക്ഷയില്ല. ഷേ ഇതൊക്കെ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടാ. വേറെ തന്നെ ഒരു മൂടുണ്ട് ഇതിനെ കാണുമ്പോൾ. ഷേ രക്ഷയില്ല. ഈ കാണുന്ന കാഴ്ചയൊക്കെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാൽ കിട്ടില്ല. ഞാൻ സീരിയസ് പറയാണ്. വേറൊരു കാഴ്ച കാണിച്ചിട്ടില്ല. അവിടെ നോക്കിയാ മോനെ പൊളിച്ച്. ആ വെള്ളത്തിന്റെ കളറ് കണ്ടാരാ. ഇതങ്ങ് മുകളിൽ നിന്ന് ഉത്ഭവിച്ച് വരണ വെള്ളമാണെന്നുള്ളത്. നല്ല കലങ്ങി തുടിച്ച് വരണ വെള്ളം കേട്ടോ. എന്നാ മോനെ പൊളിച്ച്. അങ്ങോട്ട് നോക്കിയാ നമുക്ക് ആ കാണുന്ന വഴിയിലൂടെ വന്നിട്ട് പോകണ്ടോ. അങ്ങനെ തിരിഞ്ഞ് അങ്ങനെയാണ് നമുക്ക് പോണ റൂട്ട്. ആ പുഴയുടെ ഒക്കെ കൂടി പോണ റൂട്ടില്ലേ, ഒക്കത്ത് കൂടി പോണ റൂട്ട്. അങ്ങനെ കേട്ടാ നമുക്ക് പോവാള്. എൻ്റെ മോനെ പൊളിച്ച്. ഒരു രക്ഷയില്ലാത്ത സീനിയറായി പോയിട്ടോ. അടിപൊളി. നല്ല രീതിയിൽ കാറ്റടിക്കുന്നില്ല. ഒരു സൈറൻ വിളി കേട്ടായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല. നമ്മൾ മൂന്നാറിലൊക്കെ പോയാണ്ടല്ലോ ഒരു സൈറൻ വിളി. വലിയ നമ്മൾ എമർജൻസി പോലത്തെ സൈറൻ വിളി ഉണ്ട്. അതേപോലെ ഒരു സൈറൻ വിളി കേട്ടായിരുന്നു. എന്താ സംഭവം എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. ഒറ്റ പറഞ്ഞ ഈ റൂട്ടിൽ ഞാൻ ഒറ്റക്കുള്ളൂ കേട്ടോ. വേറൊരു കുട്ടീനെയും കാണാനില്ല. അവിടെ പോയ നോക്കിയേ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ നമുക്കൊരു കല്ല് വീണാൽ മതി. കഴിഞ്ഞ്
മുകളിൽ നിന്ന് നമ്മളെ പുഴയെടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പാലം ഏതാ കാണുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പാലം ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് പോകേണ്ടത്. അടിപൊളിട്ടാ കേട്ടോ. എന്താണ് സൈറൻ വിളി എന്നെനിക്ക് മനസ്സിലായില്ല. ല്ലോ സംഭവം ഡാമിന്റെ ഷട്ടർ തുറന്നതാണ്. അവിടെ എന്തോ ഗുഹ എന്തോ ഉണ്ടല്ലോ. ഉണ്ടോ ഒരു വഴിയുണ്ടോ? അടച്ചതാന്ന് തോന്നുട്ടാ. ഓഹോ വലിയ കറയിനി. എന്തൊക്കെ കൺസ്ട്രക്ഷൻവർക്ക് നടക്കുന്നുണ്ട് കാര്യമായിട്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് എടുത്ത വേസ്റ്റാട്ടോ. അതായത് ഡാമിൽ നിന്ന് എടുക്കുന്ന വേസ്റ്റുകളാട്ടോ ആ മരക്കഷ്ടങ്ങൾ കാണുന്നത്. അതിനാണ് നമ്മളിവിടെ ട്രെയിനിങ്. വണ്ടി ചെറുതായിട്ടൊന്ന് തെന്നിട്ടോ. ഈ എഡ്ജ് കണ്ട് ചാടിയതാണ്. നിന്ന് കഴിഞ്ഞാൽ പണി പാടും. കുടിയെല്ലാം പടച്ചാണ്. ഫ്രണ്ട് വീല് കയറി കിട്ടണില്ല കേട്ടോ. ഫ്രണ്ട് വീല് കയറി കിട്ടണില്ല. കെട്ട് ഗൈസ് അടിപടല മൂഞ്ചി. ഇത് കണ്ടോ അടി റോട്ടിൽ ഒരുങ്ങിയിട്ടാണ് നിൽക്കണം. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും വരണം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒറ്റക്ക് എവിടേക്കാ അടിച്ച്. നോക്കിയ അടിപൊളി. ഇങ്ങുണ്ടോ കുയ്യിൽ വന്ന് ചാടി പോണൊക്കെ 5 മിനിറ്റ് നിർത്തിയാട്ടോ. വണ്ടി നല്ല രീതിയിൽ ചൂടായിട്ട് നിർത്തി. അവിടെ പാലം കണ്ടിട്ടോ ഞാൻ. ഇങ്ങോട്ടൊക്കെ ഒരു അപ്പുറത്തെ ഗ്രാമത്തിലോട്ടുള്ളൊരു പാലം കേട്ടോ നിങ്ങളീ കാണുന്നത്. ഏതോ ഉണ്ടോ ഒരു അടിപൊളി പാലം, ഒരു ബ്രിഡ്ജ്, തൂക്കുപാലം കണ്ടോ. ഒറ്റ കമ്പീര് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിയിലൂടെ ഒഴുകുന്ന നദി നോക്കിയാൽ താടുന്നില്ലല്ലോ. പക്ഷെ ഇത് കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. വാവ് അടിപൊളി മക്കളെ, രക്ഷയില്ല. നല്ല താഴ്ചയുണ്ട് കേട്ടോ. ഇത് നല്ല താഴ്ച എന്ന് വെച്ചാൽ നല്ല താഴ്ചയുണ്ട് താഴോട്ട്. അവിടെ ഓ മോനെ സീൻ കഴിക്കാം വ്യൂ. അവസ്ഥ നോക്കിയാ ഫുള്ള് പൊളിഞ്ഞടിക്കണ്. ഇതുണ്ടോ താഴോട്ട് ഫുള്ള് പോയി. ഇവര് റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇന്നെങ്ങനെയോ പൊളിഞ്ഞാന്നാ തോന്നുന്നത് ഗൈസ്. കറക്റ്റ് അറിയില്ല. ആണ്ടോ നമ്മുടെ
കഴിഞ്ഞതിന് ശേഷം വേറൊരു ലോകത്തോട്ട് പോയ പോലെ കേട്ടോ ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു പഴയ പാലട്ടാവുന്നത് ഏകദേശം തകർന്ന് കണ്ടാ പഴയ ഇരുമ്പ് പാലില്ലേ അതാട്ടോ നിങ്ങളാ കാണുന്നത്. ശരിക്കായ റോഡ് എങ്ങനെയാണ് അത് പൊളിഞ്ഞാണ് തോന്നുന്നത് ആ ഭാഗം. इधर है फ्रंट में ये वाला हाँ है देखेंगे आपकी वीडियो. ठीक है मलयालम वीडियो है. कोई बात नहीं हम टूरिंग कर लेंगे पहाड़ों की सैर कर लेंगे ठीक है ठीक है. ഈ പഞ്ചാബകത്തിന് ശ്രദ്ധിച്ച കാര്യം എന്താ പറയുക, ഈ സാധനം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് ബോട്ടിലെ ഷേപ്പ് മാറിയിട്ട് ഇതൊക്കെ കോളയാണ്. അതായത് ഈ കാണുന്ന സാധനമല്ല ഫാൻറ്റം ഉണ്ടോ, ഇതിൻ്റെ ബോട്ടിലെ ഷേപ്പ് മാറി. മാസ ഫ്രൂട്ടി നോക്കിയേ, ഇതിന് കുപ്പിയുണ്ടോ, ഇതൊക്കെ വേറെ ടൈപ്പ് ഒരു കുപ്പി കേട്ടോ വരുന്നത് ഇവിടെ. അടിപൊളി. നമ്മളിഞ്ഞൊരു ചായ കുടിക്കണം, ചായ കുടിച്ചിട്ട് 2 പായം നിന്ന ഉച്ചക്കത്തെ ഫുഡായി. വേറെന്താ സാധനമുണ്ട്, മൈസൂർ പാക്ക് പോലൊരു സാധനമുണ്ട് അടിയിൽ. എന്തായാലും നമുക്ക് ചായ കുടിക്കണം, എന്നിട്ട് പോകണം. ഒരു മലയുടെ സൈഡ് കാണോ ഫുള്ള് ഇടിഞ്ഞുണ്ട് താഴോട്ട്. केरला से. कहाँ से? केरला. केरला से आए हो आप? हाँ. स्कूटी में? स्कूटी में. हो गया सब्र इतना? हो गया सब्र इतना? क्या 3 महीना हो गया? 3 महीने हो गए. वाइट मशीन. वाइट मचान ब्लॉग. कितने सब्सक्राइबर आपके? यूट्यूब में छोटा है 1900. 1900 और इंस्टाग्राम 12.7K. 12.7K फॉलोवर. मैं भी आऊँगा लोग में आज. इधर है? इधर ही लोकल में तो. लोकल में ठीक है. इधर में ज़्यादा लैंडस्लाइड है. यहाँ लैंडस्लाइड अब दुनिया बारिश नहीं हो रही ना, इधर नहीं हो रही. सिनेमान मोहम्मद. यस. ये या ये ठीक है. थैंक यू. ओके ओके बाय बाय. आऊँगा व्लॉग में मैं. हाँ हाँ कोई नहीं. ठीक है ठीक है. ഓക്കെ. ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ട അവർ ഉൾപ്പെടുത്താൻ നമ്മൾ ഉൾപ്പെടുത്തി കൊടുത്തൂലേ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പത്രത്തേക്ക് തരണം കേട്ടോ. പഠിച്ചാൽ ഇതിപ്പോൾ റോഡ് തീർന്നാൽ എടുക്കാം. അത് ശരി ഇങ്ങോട്ടാ. വാവ് കണ്ട് നോക്കിയേ എന്നല്ലേ ഒരു രക്ഷയില്ല. മല ഫുള്ള് ഇടിഞ്ഞ് പൊടിഞ്ഞ് വേഗോട്ട് പോയിക്കൊണ്ട് കംപ്ലീറ്റ്. നോക്കിയാ ഇവർ ക്ലീൻ ചെയ്താട്ടോ. അവിടെ അടി കണ്ടാ, അടി ഫുള്ള് അകന്ന് അവിടെ ഒക്കെ പൊളിഞ്ഞു വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഇരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ രീതിയിലുള്ള റോഡാണ് കൈസ്. കണ്ടോ ഇവിടെ നിന്നിട്ട് ഇരിഞ്ഞ് പൊളിഞ്ഞിട്ട് ഒന്ന് പണി പാടും നിർത്തിക്കഴിഞ്ഞാൽ പണി പാടും. ചാടി വീളി ചാടി വീളി. चल भी कर